സുമംഗലികൾ മിഞ്ചി അണിയുന്നത് ഇതിനായിരുന്നു. സൗന്ദര്യം നിലനിർത്താനും അണിഞ്ഞൊരുങ്ങാനും ഏറെ താല്പര്യമുള്ളവരാണ് സ്ത്രീകൾ. തല മുതൽ പാദം വരെ കഴിയുന്നത്ര മിനുക്കാൻ മിക്കവരും ശ്രമിക്കാറുണ്ട്. ആഭരണപ്പെട്ടികളിൽ മാലയും വളയും മോതിരവുമെല്ലാം അലങ്കരിക്കുന്ന പ്രഥമ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന രണ്ടാം നിരക്കാരാണ് മൂക്കുത്തിയും മിഞ്ചിയുമെല്ലാം. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ കാൽവിരലിൽ മിഞ്ചി അണിയുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമെന്നാണ് വിശ്വാസം. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിവാഹത്തിനോടനുബന്ധിച്ച് ഇതിനായി ഒരു ചടങ്ങ് തന്നെ നടത്താറുണ്ട്. കാലിലെ രണ്ടാം വിരലിലാണ് മിഞ്ചി ധരിക്കാറുള്ളത്. വെള്ളി ലോഹത്തിലുള്ള മിഞ്ചികളാണ് പൊതുവെ വിവാഹിതരായ സ്ത്രീകൾ അണിയാറ്. സ്വർണം ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്നതിനാൽ കാലിൽ സ്വർണം അണിയുന്നത് ദോഷമാണെന്ന വിശ്വാസമാണ് വെള്ളി അണിയാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പലയിടങ്ങളിലും സ്വർണ്ണമിഞ്ചി അണിയുന്നത് പ്രോത്സാഹിക്കപ്പെടുന്നില്ല. മിഞ്ചി അണിയുന്നത് വെറുതെ അല്ല എന്നറിഞ്ഞോളൂ. ഇതിന് പുറകിൽ ശാസ്ത്ര സത്യങ്ങളും സയൻസ് സംബന്ധമായ ഗുണങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. കാലിലെ രണ്ടാം വിരലിലെ ഞരമ്പ് ഹൃദയത്തിലൂടെ ഗർഭപാത്രവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. അതിനാൽ തന്നെ രണ്ടാം വിരലിലാവും ഇരുകാലുകളിലും മോതിരം അണിഞ്ഞിരിക്കുക. ഇത് ഗർഭപാത്രത്തെ നിയന്ത്രിക്കുകയും അവിടെയുള്ള രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം.